അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഇതിനായി 1 കിലോ ചിക്കന്, കുരുമുളക് പൊടി മസാലപ്പൊടി 1/2 ടീസ്പൂൺ, പട്ട ഗ്രാമ്പു ഏലക്കായ് 4-5 എണ്ണം, ഒരു ബ്ലാക്ക് ലെമൺ, ഒരു മാഗി ക്യൂബ്, കുറച്ച് കുരുമുളക്, ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്തത്, 2 ടൊമാറ്റോ ജ്യൂസാക്കി എടുത്തതാണിത്, മിക്സി ജാറിലിട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്കായും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വാട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിൽ മാഗി ക്യൂബ് പീസാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ ഒരു ബ്ലാക്ക് ലെമൺ ചേർത്ത് 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത ശേഷം ഈ ചിക്കൻ പീസസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പീസസ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിത് നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്കാണ്. ഇപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് 3 കപ്പാണ് ടോട്ടല്. 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ടൊമാറ്റോ ജ്യൂസും കൂടിയും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കപ്പ് 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ്
ആക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച ശേഷം വേവിച്ചെടുക്കാം. ഇത് തുറന്ന് നോക്കിയ ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 90% വേവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ചാർക്കോൾ ഇട്ട ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ 4-5 പച്ചമുളക് പൊടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാം. ചാർക്കോൾ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.